ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു കേക്ക് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. സ്പാനിഷ് ഡിലൈറ്റ് കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഒരു ചെറു ചൂടുള്ള പാൽ, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു പാത്രം വെച്ച് അതിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3/4 കപ്പ് മൈദാ മാവ്, 1/4 കപ്പ് അളവ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് അരിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണം. നിങ്ങൾക്ക് 3 പ്രാവശ്യം വേണമെന്നുണ്ടെങ്കിൽ അരിച്ചെടുത്ത് വയ്ക്കാം. അപ്പോൾ ഇന്ന് നല്ലോണം സോഫ്റ്റായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ 1 പ്രാവശ്യം അരിച്ച ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് 1 kg കേക്കാണ് 1 kg കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 4 മുട്ട എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. കുറച്ച് ബീറ്റായ ശേഷം അതിലേക്ക് 1 കപ്പ് പൊടിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്ത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ക്രീമി ആയിട്ട് വൈറ്റ് കളർ വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾ കുറേശ്ശെ മിക്സ് ചെയ്തും പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തും ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവ് ഓയിൽ ചേർത്ത് കൊടുക്കുക, സൺഫ്ലവർ ഓയിൽ. അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ആദ്യം ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള ബൂസ്റ്റും പാലും കൂടി മിക്സ് ചെയ്ത് വെച്ച് ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള പൊടി കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക, ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം വീണ്ടും നമ്മൾ പാൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ മാവ് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഞാൻ 8 ഇഞ്ചിൻ്റെ ഒരു പാനിലേക്ക് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് നല്ലോണം ടാപ്പ് ചെയ്തിട്ട് ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച പാത്രത്തിലേക്ക് ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 35 ഒരു 40 മിനിറ്റ് നമ്മൾ നല്ലോണം ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കാരമൽ ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ബാദാം ചേർത്ത് കൊടുക്കുന്നു. നിങ്ങൾ കാഷ്നട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബട്ടർ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ചൂടാറിയ ശേഷം ഒന്ന് നല്ലോണം പൊടിച്ചെടുക്കുക. ഇതാണ് നമ്മൾ നട്ട്സ് ലെയറിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് ബീറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ അളവ് ബൂസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് മിക്സ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വയ്ക്കാം. ഇനി ഷുഗർ സിറപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാലെടുക്കുന്നുണ്ട്. 1 കപ്പ് ഞാൻ പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇതിന് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം. പക്ഷേ കണ്ടൻസ് മിൽക്ക് ചേർക്കുമ്പോൾ ഇനി ടേസ്റ്റ് കൂടുതലായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവ് ബൂസ്റ്റ് ചേർത്തോട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇവിടെ കേക്ക് ചൂടാറിയ ശേഷം ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ലെയർ ഞാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പാലും ബൂസ്റ്റും മിൽക്ക് മെയ്ഡുള്ള ഷുഗർ സിറപ്പ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ പൊടിച്ച് വെച്ച നട്ട്സ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കുക. അതും അതേപോലെ തന്നെ ഫസ്റ്റ് പാൽ നമ്മൾ മുകളിൽ ഒഴിച്ചു കൊടുത്ത ശേഷം അതിനുശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക.
ഇപ്പോൾ ഇവിടെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നട്ട്സ് നമ്മൾ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മൂന്നാമത്തെ ലെയർ വെച്ച് കൊടുക്കുക. മൂന്നാമത്തെ ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം പാൽ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ടോട്ടലായിട്ട് കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ ഫുള്ളായിട്ടും കേക്ക് ഐസിങ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുക്കുക. അതിനുശേഷം ഞാൻ ചോക്ലേറ്റ് ഗണാഷ് ഇതേപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് സൈഡിൽ ഇതേപോലെ ഞാൻ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് ഗണാഷ് ഞാൻ ഒരു 1/4 കപ്പ് അളവ് ചോക്ലേറ്റിൽ ഒരു 2 ടേബിൾ സ്പൂൺ അളവ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തൊന്ന് ചൂടാക്കി എടുത്തതാണ്. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ഞാൻ ഇതേപോലെ സ്റ്റാർ നോസിൽ കൊണ്ട് ഇതേപോലെ ഞാൻ ഒരു ഫ്ലവർ വരച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച നട്ട്സ് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.